ഈ ഫീച്ചർ ലഭിക്കുവാനായി വാട്സപ്പ് ആദ്യം തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായി പ്ലേ സ്റ്റോറിൽ പോയി വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഓപ്പൺ എന്ന് കാണുന്നത് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൻ സ്ക്രീനിൽ വന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ചിലർക്ക് ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. ഇനി ഈ നോട്ടിഫിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിലും സാരമില്ല. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അവിടെ സെറ്റിങ്സിൽ പോവുക. അതിനുശേഷം അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഈ യൂസർ നെയിം എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. സോ ആ യൂസർ നെയിമിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മൾ റിസർവ് ചെയ്ത് വെക്കുകയാണ്. അതായത് ഈ പ്ലാൻ കംപ്ലീറ്റ് ആയിട്ട് ഇംപ്ലിമെൻറ്റും റോൾ ഔട്ടും ആയിട്ടില്ല. അത് ഡിസംബറോട് കൂടെ ആയിരിക്കണം മിക്കവാറും കംപ്ലീറ്റ്ലി റോൾ ഔട്ട് ആവുന്നത്. സോ അതിന് മുന്നേ തന്നെ നമുക്കൊരു ഇഷ്ടപ്പെട്ട യൂസർ നെയിം റിസർവ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനാണ് വാട്സപ്പ് തരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ചില യൂസർ നെയിം ആ ടൈമിൽ ചിലപ്പം അവൈലബിൾ ആയിരിക്കണം എന്നില്ല. ഇന്നേ നമ്മൾ യൂസർ നെയിം റിസർവ് ചെയ്ത് വെച്ചാൽ റോൾ ഔട്ട് ആകുമ്പം നമുക്ക് നമ്മൾ റിസർവ് ചെയ്ത യൂസർ നെയിം ഉപയോഗിക്കാൻ സാധിക്കും. എന്തിനാണ് ഈ യൂസർ നെയിം എന്നുള്ള ഫീച്ചർ വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്? കാരണം നമ്മൾ ഇതുവരെയും വാട്സപ്പിൽ ഒരു വ്യക്തിക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ ആ വ്യക്തിയുമായിട്ട് കൈമാറണം. സോ അതിന് പകരം കുറച്ചുകൂടെ സേഫാണ് യൂസർ നെയിം കൊടുക്കുമ്പോൾ. കാരണം മൊബൈൽ നമ്പർ കൊടുത്തു കഴിയുമ്പം പലർക്കും അത് പല രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെടാം. അതേപോലെ കോൾസുകൾ, പല അൺവാണ്ടഡ് കോൾസുകൾ വരും. സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്സ്, അങ്ങനെ പല പല അൺവാണ്ടഡ് കോൾസ് വരും. സോ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഡേറ്റ പല വ്യക്തികളുമായിട്ട് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ, മൊബൈൽ നമ്പർ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. സോ മെയിനായിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ പ്രൈവറ്റായിട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കും. സ്ക്രീനിൽ എഴുതിയിരിക്കുന്നതൊന്ന് വായിച്ചു നോക്കുക. യൂസർ നെയിംസ് ആർ കമ്മിങ് സൂൺ. റിസർവ് യുവേഴ്സ് ടുഡേ. Your username will keep your phone number private from people who don't already know it. You can add a key to control who contacts you by your username. ഈ സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ യൂസർ നെയിം ഇനി ഒരു വ്യക്തിക്ക് അറിയാമെങ്കിൽ കൂടെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ആർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാമെന്നുള്ളത്. അതായത് ഒരു പാസ് കീ ഉപയോഗിച്ച്. ഓക്കെ, ഇപ്പോൾ ഗ്രൂപ്പ് ഇൻവൈറ്റ്സ് നമുക്ക് അതുപോലെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമല്ലോ. കാരണം എല്ലാവർക്കും നമ്മളെ ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. സോ അതിൽ നമുക്ക് എക്സെപ്ഷൻസ് കൊടുക്കാൻ സാധിക്കും. അതേപോലത്തെ ഒരു ഓപ്ഷനാണ് ഇതും. സോ നമുക്ക് എങ്ങനെ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതേപോലെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം യൂസർ നെയിം അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂസർ നെയിം വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ പുതിയ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ക്രിയേറ്റ് യൂസർ നെയിമിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാനൊരു യൂസർ നെയിം നൽകുകയാണ്. അത് അവൈലബിൾ ആണോ എന്ന് നമുക്ക് നോക്കാം. യെസ്, ഞാൻ കൊടുത്ത യൂസർ നെയിം അവൈലബിൾ ആണ്. താഴെ കാണിച്ചിട്ടുണ്ട് ദിസ് യൂസർ നെയിം ഈസ് അവൈലബിൾ ആൻഡ് ക്ലിക്ക് ഓൺ സേവ്. സേവിൽ ക്ലിക്ക് ചെയ്യുക. യു റിസർവ്ഡ് a particular username ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. Soon you can share your username instead of your phone number when connecting with someone for the first time. We'll let you know when your username is ready to use. സോ തൽക്കാലം നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത് റിസർവ് ആയിട്ടുണ്ട്. പക്ഷേ വാട്സപ്പിൻ്റെ ഈ ഫീച്ചർ കംപ്ലീറ്റ് ആയിട്ട് ഇംപ്ലിമെൻ്റ് ആയിട്ടില്ല. സോ അതാകുന്ന സമയത്ത് അവർ നമ്മളെ അറിയിക്കും. ഓക്കെ, സോ ക്ലിക്ക് ഓൺ ഡൺ. നമുക്ക് വീണ്ടും അവർ കാണിച്ചിട്ടുണ്ട്. എൻ്റെ യൂസർ നെയിം ഇവിടെ മെൻഷൻ ചെയ്തിട്ട് യൂസർ നെയിംസ് ആർ കമ്മിങ് സൂൺ വിൽ ലെറ്റ് യു നോ വെൻ യുവേഴ്സ് ഈസ് റെഡി ടു യൂസ്. ഇതിൽ ഡൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും കോൺടാക്ട് മീ ബൈ യൂസർ നെയിം. ആർക്കൊക്കെ എന്നെ യൂസർ നെയിം ഉപയോഗിച്ച് കോൺടാക്റ്റ് ചെയ്യാം. നിലവിൽ ബൈ ഡിഫോൾട്ട് എവരി വൺ എന്നുള്ള ഓപ്ഷനാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ ഓപ്ഷൻ മാറ്റാം. അതിനായി ആ കോൺടാക്ട് മീ ബൈ യൂസർ നെയിം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മൊബൈൽ നമ്പർ ഓൾറെഡി അറിയാവുന്ന വ്യക്തികൾക്ക് യൂസർ നെയിമുമായിട്ട് ബന്ധമില്ല. കാരണം അവർക്ക് ഓൾറെഡി നമ്മുടെ മൊബൈൽ നമ്പർ അറിയാം. മൊബൈൽ നമ്പർ വെച്ചിട്ട് അവർക്ക് നമ്മളെ കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു വ്യക്തിയെ കാണുമ്പോൾ, അതായത് എനിക്കിപ്പോൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണം, അവർക്ക് കുറച്ച് നമുക്ക് ഫോട്ടോസ് അയച്ചു തരണം എന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. എവരി വൺ എന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ എൻ്റെ യൂസർ നെയിം അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. അല്ല, എനിക്ക് കുറച്ചുകൂടെ പ്രൈവസി ആവശ്യമാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് പീപ്പിൾ ഹു നോ മൈ കീ എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. സോ വാട്സപ്പ് തന്നെ നമുക്കൊരു പെർട്ടിക്കുലർ പാസ്വേഡ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കീ നമ്പർ സജസ്റ്റ് ചെയ്യും. സോ നമ്മളെ ആ പുതിയ വ്യക്തിക്ക് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂസർ നെയിമും പിന്നെ നമ്മൾ ഈ കീയും ഷെയർ ചെയ്താൽ മാത്രമേ അവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഈ കാണിച്ചിരിക്കുന്ന 3906 എന്നുള്ള കീ എനിക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഗെറ്റ് എ ഡിഫറെൻറ്റ് കീ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ ക്ലിക്ക് ചെയ്താൽ വേറൊരു ഓപ്ഷൻ അവർ കാണിക്കും. ഞാനത് ക്ലിക്ക് ചെയ്യുവാണ്. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അഗെയിൻ വി ക്യാൻ ക്ലിക്ക്. ഓക്കെ, സോ അങ്ങനെ പല ഓപ്ഷൻസ് വരുന്നുണ്ട്. സോ എനിക്ക് വേണ്ട ഓപ്ഷൻ ചൂസ് ചെയ്ത് സേവ് കീ കൊടുക്കുക. ഓക്കെ, അതേപോലെ ബാക്ക് സ്ക്രീൻ വന്നാൽ മെൻഷൻ ചെയ്തിരിക്കുന്ന യൂസർ നെയിമും നമുക്ക് എഡിറ്റ് ചെയ്യാൻ
സാധിക്കും. ഓക്കെ, അതിനായി മേളിൽ കാണുന്ന ഈ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ഈ 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ചേഞ്ച് യൂസർ നെയിം അല്ലെങ്കിൽ ഡിലീറ്റ് യൂസർ നെയിം. ഇപ്പോൾ എനിക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ചേഞ്ച് ചെയ്യുക. ഞാൻ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ആരെങ്കിലും അങ്ങനെ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഓപ്ഷനും ഉണ്ട്. സോ ഇങ്ങനെയാണ് വാട്സപ്പ് യൂസർ നെയിം റിസർവ് ചെയ്യുന്നത്. താങ്ക്